ഞായറാഴ്ചയാണ്, നല്ലൊരു ദിവസമാണ്. ഒട്ടും സന്തോഷകരമല്ലാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. 42 ദിവസം നീണ്ട വെടിനിർത്തലിന് വിരാമമായി. പാലസ്തീൻ വീണ്ടും സംഘർഷഭരിതമായി. ഈ വെടിനിർത്തൽ കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ച് വെടിനിർത്തലിൻ്റെ കാലാവധി നീട്ടും, കൂടുതൽ ബന്ദികളെ വിട്ടയക്കും, കൂടുതൽ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. അങ്ങനെ ഗ്രാജുവലി യുദ്ധം അവസാനിക്കും. ഇതോടുകൂടി ഈ കരിമരുന്ന് പ്രയോഗം അവസാനിക്കും. പിന്നെ തൃശ്ശൂർ പൂരത്തിന് ഇനി വെടിക്കെട്ടുണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. തൃശ്ശൂർ പൂരത്തെയും ഉത്രാളിക്കാവ് പൂരത്തെയൊക്കെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള കരിമരുന്ന് പ്രയോഗവുമായിട്ട് ഇസ്രായേൽ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൽ മറ്റൊരു അപകടം കൂടി സംഭവിച്ചു. വെടിനിർത്തൽ കരാറുണ്ടായപ്പോൾ തന്നെ ഒളിവിൽ പോയിരുന്ന, അല്ലെങ്കിൽ തുരങ്കത്തിലിരുന്നു കൊണ്ട് പടം നയിച്ചിരുന്ന ഹമാസിൻ്റെ പ്രമുഖ നേതാക്കന്മാരൊക്കെ അവരുടെ വീട്ടിൽ പോയി സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി, ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോഴാണ് ഈ ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങൾ വന്ന് വീണ്ടും വീണ്ടും ബോംബിട്ടു. അപ്പോഴാണ് ഇവർ വെടിനിർത്തലിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് ഇവർ അറിഞ്ഞു. ഇതിനു മുമ്പ് ഇസ്രായേൽ ഉടനെ ഞങ്ങൾ ബോംബിടും, ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല. ഞാൻ പോലും വിചാരിച്ചില്ല. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പിന്തുണക്കാർ പോലും വിചാരിച്ചില്ല ഇസ്രായേൽ ഈ കടുങ്കൈ ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഇസ്രായേലി വിമാനങ്ങൾ നിരന്നു വന്ന് പരക്കെ ബോംബിട്ടു. ഹമാസിൻ്റെ ചില പോരാളികൾ കൊല്ലപ്പെട്ടു. അബു ഹംസ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനടക്കം മറ്റ് ചില കമാൻഡർമാരും ഒക്കെ കൊല്ലപ്പെട്ടു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും മരിച്ചത് അധികവും സ്ത്രീകളും കുട്ടികളും വയോധികരുമാണ്. എല്ലാ യുദ്ധത്തിലും അങ്ങനെയുള്ള പതിവ്. കഴിഞ്ഞ വെടിനിർത്തലിന് മുമ്പ് ഇത് തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ നൂറുകണക്കിനല്ല, നിരവധി ആളുകൾ മരിച്ചു. 500-ലധികമോ 600-ലധികമോ ഒക്കെ മരിച്ചു കഴിഞ്ഞു. ഇനിയും ഇസ്രായേൽ ബോംബിട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ കഴിഞ്ഞ ബോംബിടൽ ഇത്തവണത്തെ തമ്മിൽ വ്യത്യാസം, കഴിഞ്ഞ തവണ ഇസ്രായേൽ മുന്നിട്ട് നിന്ന് യുദ്ധം ചെയ്തു. അമേരിക്കയുടെ പരോക്ഷ പിന്തുണ മാത്രമേ ഉണ്ടായിരുന്നു. അമേരിക്ക ഒരു പരിധിക്കപ്പുറത്തേക്ക് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. കാരണം അന്ന് ബൈഡൻ സാഹിബായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ്. ഇപ്പോൾ ബൈഡൻ മാറിയിട്ട് ആ സ്ഥാനത്ത് ട്രംപ് വന്നു. ഇത് ട്രംപിൻ്റെ യുദ്ധമാണ്, നെതന്യാഹുവിൻ്റെ യുദ്ധമല്ല. കാരണം ട്രംപിന് ഇതിനകത്ത് വ്യക്തിപരമായ അജണ്ടയുണ്ട്, അമേരിക്കൻ അജണ്ടയുണ്ട്. അതെന്ന് വെച്ചാൽ ഈ ഗസയിൽ ബാക്കിയുള്ള ആളുകളെ അവിടുന്ന് ഓടിക്കണം. അവരെ ഒന്നുകിൽ സീനായിലേക്ക് വിടണം, അതല്ലെങ്കിൽ ജോർഡാനിലേക്ക് വിടണം. അദ്ദേഹം നേരത്തെ പറഞ്ഞു, നിങ്ങളൊന്നുകിൽ സീനായിൽ പോയി കുറ്റിയടിക്കുക, അല്ലെങ്കിൽ ജോർഡാനിൽ പോയിട്ട് കുടിൽ വെച്ച് കെട്ടുക. രണ്ടായാലും കുഴപ്പമില്ല. അത്യാവശ്യം വീട് വയ്ക്കാനും അവിടെ അരിയും പലവഞ്ഞനും മേടിക്കാനുള്ള പൈസയൊക്കെ അമേരിക്ക തരും. അമേരിക്കയുടെ പൈസയൊക്കെ ഇഷ്ടംപോലെ കിട്ടും. ഇവരെ പുനരധിവസിപ്പിക്കുന്ന രാജ്യത്തിന് പൈസ തരും. ജോർഡാനിലെ രാജാവിനെ പുള്ളി സമൺ ചെയ്ത് വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഈ അഗതികളെ താങ്കൾ ഏറ്റെടുക്കും. രാജാവിന് വല്ലതും വിടാൻ പറ്റുമോ? വീട്ടിൽ കഴിഞ്ഞാൽ ട്രംപ് കഴുത്തിന് പിടിക്കും. പുള്ളി പറഞ്ഞു, എന്ത് വേണമെങ്കിൽ ചെയ്യാം, മുതലാളി പറഞ്ഞതില്ല ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈജിപ്തിലെ പ്രസിഡന്റിനോട് പുള്ളി പറഞ്ഞു, ഞങ്ങൾ പറയുന്ന ആൾക്കാരെ നിങ്ങൾ അവിടെ പുനരധിവസിപ്പിക്കണം. ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. സീനായിലാണെങ്കിൽ സീനായി, അല്ല സഹാറ മരുഭൂമിയിലാണെങ്കിൽ അവിടെ, അല്ല നൈൽ നദിയുടെ തീരത്താണെങ്കിൽ അവിടെ 10 സെൻറ്റാണെങ്കിൽ 10 സെൻറ്റ്, 5 സെൻറ്റാണെങ്കിൽ 5 സെൻറ്റ്, ലക്ഷം വീട് പദ്ധതി പോലെ എന്തെങ്കിലും ഒന്ന് തുടങ്ങിയിട്ട് ഈ അശരണരായ ആളുകളെ, ലോകമെമ്പാടും തെണ്ടി നടക്കുന്ന അഭയാർത്ഥികളൊക്കെ നിങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യുക. അതല്ലെങ്കിൽ വേണമെങ്കിൽ ഉഗാണ്ടയിലോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തോ അവർക്ക് സ്ഥലം പതിച്ചു കൊടുക്കാം. ഇനി അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ്, വെള്ളത്തിന് ബുദ്ധിമുട്ട്, വെള്ളം കിട്ടാനില്ല എന്ന് വെച്ചാൽ എളുപ്പമായ വേറെ സ്ഥലമുണ്ട്. അത് ഇന്തോനേഷ്യയിലെ കലിമന്താൻ എന്ന് പറഞ്ഞ സ്ഥലം, പഴയ ബോർണിയോ. അവിടെ സ്ഥലത്തിന് വിലക്കുറവാണ്. ഓരോരുത്തർക്ക് 5-5 ഏക്കർ വെച്ചു പതിച്ചു കൊടുക്കാനും വകുപ്പുണ്ട്. ഈ വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ ദാഹിച്ച് നടന്ന പാലസ്തീൻകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ മഴ സുലഭമാണ്, നദികൾ നിരവധിയുണ്ട്, അത്യാവശ്യം അട്ടയുടെയും മുതലയുടെയൊക്കെ ശല്യം ഉണ്ടെന്ന് മാത്രം. അതൊക്കെ സഹിക്കേണ്ടി വരും. അപ്പോൾ ബോർണിയോയിലേക്ക് കൊണ്ടവർക്ക് ബോർണിയോയിലേക്ക് പോകാം, അതല്ല ജോർഡാനിലേക്ക് കൊണ്ടവർക്ക് ജോർഡാനിലേക്ക് പോകാം. സിറിയയിൽ താമസിക്കാൻ താല്പര്യമുള്ളവർ അവിടെ താമസിക്കും. ഈജിപ്തിലാണെങ്കിൽ ഈജിപ്തിൽ, ഉഗാണ്ടയിലാണെങ്കിൽ ഉഗാണ്ടയിൽ എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഈ പാലസ്തീൻകാർക്ക് അത് ബോധ്യമായില്ല. പാലസ്തീൻകാർക്ക് ബോധ്യമായില്ലെന്ന് മാത്രമല്ല, നമ്മുടെ അടുപ്പൂട്ടി ചർച്ചക്കാർ പറഞ്ഞു, ഇവർ ഗസ വിട്ട് ഒരു സ്ഥലത്ത് പോവുകയില്ല. അവർ മരിക്കുകയാണെങ്കിൽ ഗസയിൽ, ജീവിക്കുകയാണെങ്കിൽ ഗസയിൽ. ഈ മീഡിയ വൺ ചാനലിന് ഗസയിൽ റീച്ച് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ പാവങ്ങൾ അത് കേട്ട് വിശ്വസിച്ചു. മാത്രമല്ല, ഈ ഹമാസിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റിയില്ല. യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ഹമാസാണ് ജയിച്ചത് എന്നുകൂടി ഇവർ വ്യാഖ്യാനിച്ചു. അങ്ങനെ ഈ മാധ്യമത്തിൻ്റെയും സുപ്രഭാതത്തിൻ്റെയും മീഡിയ വൺ ചാനലിൻ്റെയൊക്കെ വ്യാഖ്യാനം പാവപ്പെട്ട പലസ്തീൻകാർ വിശ്വസിച്ചു. അതുകൊണ്ട് അവർ വിചാരിച്ച് ഈ വെടിനിർത്തൽ എക്കാലവും നീണ്ടുപോകും, ഒരിക്കലും ഇതിന് അവസാനം ഉണ്ടാവില്ല. പക്ഷേ സംഭവിച്ചാൽ മറിച്ചാണ്. ഇത്തവണ ഈ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് മാത്രമേ, പുറകിൽ നിന്ന് സകല സഹായവും ചെയ്യുന്നത്, കാഞ്ചി വലിക്കുന്നത് ആരാണ്? കാഞ്ചി വലിക്കുന്നത് അല്ലെങ്കിൽ ബോംബിടാനുള്ള ബട്ടൺ അമർത്തുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ യുദ്ധമാണ്.
ഇതേ സമയത്ത് തന്നെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ, പ്രത്യേകിച്ച് ഹാരി എസ് ട്രൂമാൻ എന്ന പ്രസിദ്ധമായ വിമാനവാഹിനി കപ്പൽ ചെങ്കടലിൽ നിന്ന് അങ്കുരുട്ട് കിടക്കുക. അവിടെ നിന്ന് പോർ വിമാനങ്ങൾ പറന്നു വരുന്നു. യമൻ്റെ ഭാഗമായ സനയിലും ചുറ്റുവട്ടത്തൊക്കെ ബോംബോട് ബോംബ് അങ്ങനെ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ ഹൂത്തികൾ എന്ന് പറഞ്ഞ പാവപ്പെട്ട ഒരു വിഭാഗം പോരാളികളുണ്ട്. അവരെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക എതിർക്കാൻ ഇന്നിപ്പോൾ ലോകത്താകെ ഹൂത്തികൾ മാത്രമേ ഉള്ളൂ. ഹമാസ് ചിത്രത്തിലില്ല. ഹിസ്ബുള്ളയെ പറ്റി കേൾക്കാനില്ല. ഇറാനാണെങ്കിൽ വീരവാദത്തിനപ്പുറം ഒന്നുമില്ല. തുർക്കിയിലാണെങ്കിൽ ഉർദുഖാൻ്റെ കാര്യം തന്നെ വട്ടത്തിലായിരിക്കുകയാണ്. വിരുദ്ധന്മാരെ അധികാരം പിടിച്ചെടുക്കാൻ പോകുന്നു. ഉർദുഖാൻ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാജ്യം വിട്ടു പോകും എന്നൊക്കെയാണ് പത്രങ്ങൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് തുർക്കി കടന്നു പോകുമ്പോൾ അറബി രാജ്യങ്ങളുടെ ആരും പറയാനില്ല. ഈജിപ്റ്റ് നിശബ്ദമാണ്. സിറിയയെ പറ്റി കേൾക്കാനില്ല. സൗദി അറേബ്യ പണ്ട് തന്നെ അമേരിക്കയുടെ സാമ്പത്തിക രാജ്യമാണ്. ഇറാഖ് നിലം ഭരിച്ചായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആരുമില്ല. പിന്നെ പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഉള്ളൂ. അവരുള്ളതും ഇല്ലാത്തതും തമ്മിലൊരു വ്യത്യാസമില്ല. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ പോലും ഇന്നിപ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കാൻ അധികം ആൾക്കാരില്ല. പോപ്പുലർ ഫ്രണ്ടുകാർ 10-15 പേര് വെച്ച് പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് SDPIയെ നിരോധിക്കാൻ പോകുന്നു എന്ന് കേട്ടതിന് ശേഷം ഇവരുടെ ജാഥയ്ക്കൊക്കെ ആൾ കുറവാണ്. ജയിലിൽ പോകാൻ വെമ്പി നിൽക്കുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ SDPIയുടെ ജാഥയ്ക്ക് പോകുന്നു. പിന്നെ വെൽഫെയർ പാർട്ടിയാണ്. അതിൽ വളരെ തുച്ഛമായ ആളുകൾ 5-6 പേരെ വെച്ചിട്ട് അവരും പ്രകടനം നടത്തുന്നുണ്ട്. അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ ഫെയർവെൽ പാർട്ടിയാണ് നടക്കാൻ പോകുന്നത്. SDPIയുടെ കാര്യം വ്യത്യാസമില്ല. മുസ്ലിം ലീഗുകാർക്ക് വലിയ സമരങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഓർക്കുമ്പോൾ തൽക്കാലം ഫലസ്തീൻ പ്രശ്നം മാറ്റിവെക്കാം. UDF അധികാരത്തിൽ വന്നതിന് ശേഷവും ഇനി പ്രകടനം നടത്താവൂ എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാണക്കാട് തങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലീഗിന് വലിയ പ്രതിഷേധമില്ല. മാർക്സിസ്റ്റുകാരാണെങ്കിൽ ഇതിന്നൊക്കെ പണ്ടേ പിന്മാറി. കോൺഗ്രസ്സുകാരെ പറ്റി കേൾക്കാൻ തന്നെ ഇല്ല. വായിൽ പാതാള വരണ്ടിയിട്ട് നോക്കണം നാവുണ്ടോയെന്നറിയാൻ. പിന്നെ വന്നിട്ട് പോയിട്ടും ആകെ പ്രിയങ്ക ഗാന്ധിയാണ് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാജ്മോഹൻ ഉണ്ണിത്താനും ഒരു പക്ഷേ പിന്തുണ പ്രഖ്യാപിച്ചേക്കാം. അതിനപ്പുറത്ത് ആരുമില്ല, ഇപ്പുറത്തും ആരുമില്ല. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇനി എന്താവും എന്ന് ആർക്കും പറയാൻ പറ്റിയില്ല. ഇവർ സിറിയയിൽ പോയി 10 സെൻറ്റ് മേടിക്കും, അതോ കലിമന്താനിൽ പോയിട്ട് 5 ഏക്കർ മേടിക്കും എന്നാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. എന്ത് വരുന്ന ആർക്കും അറിയില്ല. എന്ത് സംഭവിക്കും നമുക്ക് തൽക്കാലം കാത്തിരുന്ന് കാണാം. വേറെ യാതൊരു നിവൃത്തിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.